പോക്കറ്റ് റോഡ് കയറാനുള്ള വഴിയില്ല, ഫുള്ളൂടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ സൈഡ് ഫുള്ളും. അതുകൊണ്ട് നമുക്കിപ്പോൾ പോക്കറ്റ് റോഡുക്കോ അതായത് ഫുഡ് ചോറുന്നാനും പോലും കടയ്ക്ക് പോലും കയറാൻ പറ്റില്ല, പോക്കറ്റ് റോഡിക്ക് കയറാൻ പറ്റില്ല, ഹൈവേ ആയതുകൊണ്ട്. വെച്ചാൽ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വെച്ചാൽ നമ്മൾ ഇന്നലെ കടന്ന പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്. ഇന്നലെ ഇവിടെയാണ് നമ്മൾ ജെൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചത്. അപ്പോൾ ഇന്നാണ് നമ്മൾ സൈക്കിളിൻ്റെ ഫ്രണ്ടത്തെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊന്നും ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പുതിയ ബ്രേക്ക് പാഡിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്, ബ്രേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബോർഡിൻ്റെ ഒന്ന് റെഡിയാക്കാണ്ട്, ടൈ എന്തെങ്കിലും വാങ്ങിയിട്ട് റെഡിയാക്കണം, കയറിലിട്ടിട്ട് റെഡിയാവില്ല, ഒരു ചെരിവൊക്കെ ഉണ്ട് ബോർഡിന്. വേറെ നമ്മളെ ജേഴ്സി നമ്മൾ തിരുമ്പിയിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉണങ്ങാൻ കുറച്ചൊരു ചെറിയൊരു ഇതുണ്ട്, തണുപ്പത്ത് കൂടി ആയതുകൊണ്ട് നമുക്ക് ഇടാൻ കുറച്ച് ഇതാണ്. എന്നാൽ നമുക്ക് നമ്മളെ സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ ഇറങ്ങാം. ഇപ്പം എന്തായാലും ഏകദേശം നമ്മൾ നോക്കട്ടെ 5:50 നമ്മൾ എണിച്ചത്. ഇപ്പോൾ 6:47 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം ഒന്ന് പാക്ക് ചെയ്തിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണൂർ എത്താനായിട്ടുണ്ട്. ഇനി നമുക്ക് 95 കിലോമീറ്ററാണ് നമുക്ക് കോഴിക്കോടുക്കുള്ളത്. അപ്പോൾ വെച്ചാൽ ഇനി നമുക്ക് 93 കിലോമീറ്ററാണ് നമുക്ക് കോഴിക്കോടുക്കുള്ളത്. എന്തായാലും പോയോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ കടിയൊക്കെ തിന്നുന്നുണ്ട്. നമുക്ക് 89 കിലോമീറ്ററാണ് കോഴിക്കോടുക്കുള്ളത്. എന്നാലും നമുക്ക് പോയേക്കാം. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഇനി കോഴിക്കോടുക്ക് നമുക്ക് 80 കിലോമീറ്റർ ആയിട്ട് നമുക്കിനി കോഴിക്കോടുക്കുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം. ഇവിടെ ഇപ്പോൾ നമ്മൾ പോക്കറ്റ് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഹൈവേ ഉണ്ട്. ഹൈവേ ആണെങ്കിൽ ഹൈവേയിൽ പണി കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഫുള്ള് ഇവിടെ പോക്കറ്റ് റോഡിൽ കൂടിയാണ് എല്ലാ വണ്ടികളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാറിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹൈവേ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താഴെ പോക്കറ്റ് റോഡ് വരുന്നുണ്ട്. പോക്കറ്റ് റോഡ് കൂടെ നമ്മൾ പോകണില്ല. അത് നല്ല താഴ്ച ആയതുകൊണ്ട് നല്ല ഫുള്ള് കയറ്റില്ല സ്ഥലമാണ്. നമ്മൾ കയറ്റം ഇങ്ങനെ ചവിട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മളിവിടെ ഹൈവേ തന്നെ ആണെങ്കിൽ നിരപ്പ് റോഡായതുകൊണ്ട് നമുക്ക് മെല്ലെയാണ് ചവിട്ടി പോവാം. അവിടെ നമുക്ക് നല്ല ടാസ്ക് ഇട്ട് ചവിട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഹൈവേ തന്നെ പിടിച്ച് പോണത്. അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഫുള്ള് അപ്പുറത്തെ ട്രെയിനിൽ വന്നിട്ട് ഫുള്ള് അരി കാര്യങ്ങൾ ഇത് ഫുള്ള് അരിയാ തോന്നുന്നു. ഈ വലിയ ബിൽഡിങ്ങിലുള്ള നിറച്ച അരികൾ ഈ ലോറിയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ഇവിടെ ആയിട്ട്. ഇപ്പോൾ വെച്ചാൽ ഇനി കോഴിക്കോടേക്ക് 75 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മളിപ്പോഴും നമ്മളങ്ങനെ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പോക്കറ്റ് റോഡിലേക്ക് കയറിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഹൈവേ ഇപ്പോൾ റൈറ്റ് സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ പോക്കറ്റ് റോഡ് ഇപ്പോൾ കറക്റ്റ് നിരപ്പ് റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കണേ. ആയിക്കോടെ പോയാൽ മതിയായിരുന്നു. ചവിട്ടി ഒരു പരിവായി എല്ലാം വേനലൊക്കെ തുടങ്ങി. കാലൊക്കെ നല്ല വേനുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴും നമ്മളങ്ങനെ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 75 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കോഴിക്കോടേക്ക്. നമ്മളെന്തായാലും ഇന്നലെ നമ്മൾ 6:30 നമ്മൾ ടെൻ്റ് അടിച്ച് പെട്രോൾ പമ്പിൽ നമുക്ക് ടെൻ്റ് അടിച്ചൊക്കെ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഒരു 5 മണി വരെ നമ്മൾ റൈഡ് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോ കാര്യങ്ങൾ എടുത്ത് ചെയ്യാണ്ട് പിന്നെ നമുക്ക് കാലിക്ക് നല്ല പണി കിട്ടിയിട്ട് കാല് നല്ല വേനെടുക്കുന്നുണ്ട്. നമ്മൾ നെഗല്ല ഭാഗം നമ്മൾ മൊട്ട് ഇവിടെ ഒക്കെ ആയിട്ട് നല്ല വേനെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് നമ്മൾ നേരത്തെ റൈഡ് നിർത്തും. എന്നിട്ട്
ഇത് നമ്മൾ turbo. നേരത്തെ റൈഡ് നമുക്ക് നിർത്തണം, വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്നാലും മെല്ലെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് റൈഡ്. ഇപ്പോൾ നമ്മളിവിടെ ഹൈവേ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ തലശ്ശേരി എത്താൻ നേരത്തില്ലേ അവിടെ ഉള്ളൊരു പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ എത്തിക്കണേ. ശരിക്കും ഇവിടെ ഈ തൂണെല്ലാം കൊണ്ട് നമുക്ക് അപ്പുറത്ത് ഭാഗം ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഹൈവേന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കണ്ടാണ് കണ്ടോ ഇവിടെ ഒരു കായൽ, അവിടെ ഒരു തോണിയുണ്ട്, അവിടെ മീൻ വളർത്തു തോന്നണേ. ഫുള്ള് പല ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ടോൾ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ എത്തിക്കുകയാണ്. വെച്ചാൽ നമ്മളിപ്പോഴും നമ്മളെ ഹൈവേ തന്നെയാണ് ഉള്ളത്. ചെറിയ പണി കിട്ടി. എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേ കയറി, പക്ഷേ ഈ പോക്കറ്റ് റോഡ് കുറച്ച് കയറ്റം കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ പോക്കറ്റ് റോഡ് കൂടെ കയറിയില്ല. ഇപ്പോൾ നമ്മൾ കുറേ ദൂരമായിട്ട് നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ നമുക്ക് പോക്കറ്റ് റോഡിക്ക് കയറാനോ എവിടെ തണലുള്ള സ്ഥലത്ത് നിൽക്കാനോ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയപ്പോഴും നമുക്ക് തണൽ കിട്ടിയത്. അഥവാ എന്തെങ്കിലും കടയ്ക്ക് എന്തെങ്കിലും കയറണമെങ്കിൽ പോക്കറ്റ് റോഡ് കയറാനുള്ള വഴിയില്ല, ഫുള്ളിവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ സൈഡ് ഫുള്ളും. അതുകൊണ്ട് നമുക്കിപ്പോൾ പോക്കറ്റ് റോഡിക്കോ അതായത് ഫുഡ് ചോറുന്നാനും പോലും കടയ്ക്ക് പോലും കയറാൻ പറ്റില്ല, പോക്കറ്റ് റോഡിക്ക് കയറാൻ പറ്റില്ല ഹൈവേ ആയതുകൊണ്ട്. അങ്ങനെ ചെറിയൊരു ഇതിൽ നമുക്ക് പെട്ടിക്കഴിഞ്ഞാൽ എത്ര ദൂരത്തിൽ അങ്ങനെ നമ്മൾ ചവിട്ടണമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഹൈവേ തന്നെ പോകണം കൊണ്ട് നമ്മളെ കൈ സ്ലീവ് നമ്മൾ നല്ല വെയിൽ കാര്യങ്ങളുണ്ട്, ഒന്നും തണൽ ഇല്ലാത്തതുകൊണ്ട് കൈ സ്ലീവ് കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. വെച്ചാലിപ്പോൾ നമ്മൾ കുറേ നേരമായി നമ്മൾ ഹൈവേ തന്നെ സൈക്കിൾ ചവിട്ടി കൊണ്ടിരിക്കണേ. നമുക്ക് പോക്കറ്റ് റോഡിക്ക് ഇപ്പോൾ കയറാനല്ലേ ഒരു വഴി കാര്യങ്ങളോ നമുക്കിനി ഇവിടെ കണ്ടിട്ടില്ല. കുറേ ദൂരമായി നമ്മളിപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കണേ. വെയ്യ ഒട്ടുക്കത്തെ വെയിൽ. പക്ഷേ അപ്പോൾ നമ്മളങ്ങനെ പോക്കറ്റ് റോഡിക്ക് നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ല തണൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ല കയറ്റുള്ളൊരു ഭാഗമാണ് നമുക്ക് കിട്ടിയുള്ളത്. ഇതാണ് ഹൈവേ ഭാഗം വരുന്നത്. അത് കയറ്റൊന്നുമില്ല, അവിടെ പണി നടക്കുകയാണ്. എപ്പോൾ നാലാമത്തെ ദിവസം കാസർഗോഡൊക്കെ പോയി, കണ്ണൂർ കാസർഗോഡ്, ഇനിയിപ്പോൾ കോഴിക്കോട് പോയി. വെച്ചാൽ നമ്മളിനി കോഴിക്കോടത്ത് നമ്മൾ ഇനി എത്തിയിട്ടില്ല. നമ്മൾ കരിമീൻ കുടിക്കാൻ നിർത്തിയിട്ടാണ്. ഇതിന് കുടിച്ചിട്ട് നല്ല വെയിലുണ്ട് ഇവിടെ. എവിടെ നിർത്താൻ പറ്റിയ സ്ഥലമില്ല, നല്ല മരങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ കുടുങ്ങിയിട്ടാണ്. വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ വടകര എത്തിക്കുകയാണ്. വെച്ചാൽ നമുക്ക് 45 കിലോമീറ്റർ നമുക്ക് കോഴിക്കോട് പോകാൻ. നമ്മൾ ഈ കടലിൻ്റെ അവിടെ അങ്ങനെ നല്ല തണലില്ല. അപ്പോൾ നമ്മളവിടെ നിന്നാണ്. പുറത്ത് കാര്യങ്ങളൊക്കെ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെച്ചാൽ ഇനി നമുക്ക് 40 കിലോമീറ്ററാണ് നമുക്ക് കോഴിക്കോടേക്കുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി മെല്ലെ ചവിട്ടും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ദൂരം നമ്മളിപ്പോൾ ചവിട്ടുന്നില്ല. ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ റോഡൊക്കെ നല്ല മോശം റോഡാണ്. നമ്മൾ പോക്കറ്റ് റോഡ് കൂടെ തന്നെയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഹൈവേ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പോവാം. ഇത് എത്ര ദൂരം ഹൈവേ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ വെച്ചാൽ ഇനി നമുക്ക് 29 കിലോമീറ്ററാണ് നമുക്ക് കോഴിക്കോടേക്കുള്ളത്. എന്തായാലും പോവാം. അപ്പോൾ വെച്ചാൽ നമുക്ക് ടെൻ്റ് അടിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടില്ല. നമ്മൾ 5-6 പമ്പേറ്റെ കയറി ഇറങ്ങി, എവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് തന്നെ പോവുകയാണ്. അവിടെ
ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമോ നോക്കിയിട്ട്. ഇത്ര പമ്പർ നമ്മളിന്ന് കയറി ഇറങ്ങിയത്. ചിലപ്പോൾ നമുക്ക് 13 കിലോമീറ്ററാണ് കോഴിക്കോട് ടൗണിക്കുള്ളത്. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ 8 പമ്പേറ്റതാണ് നമ്മളിപ്പോൾ ചോദിച്ചത് സ്റ്റേ അടിക്കാൻ. അപ്പോൾ നമുക്ക് പമ്പ് കാര്യങ്ങളും സ്റ്റേ അടിക്കാൻ നമുക്ക് എവിടെയും തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എലത്തൂർ പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാൻ തന്നിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്, പാർക്കിങ് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കാൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടെൻ്റ് അടിക്കാം. അത്യാവശ്യം കൊതുക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ ഇത് നമുക്ക് ഇന്നലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും മൊബൈൽ ചാർജും ഇല്ല, പവർ ബാങ്കിലൊന്നും ചാർജില്ല. ഇവിടെ പവർ ബാങ്ക് ചാർജ് ഇട്ട് നമുക്കിങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ടെൻ്റ് അടിച്ചിട്ട് കാണാം. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് കൊതുകാണ്. നമ്മൾ തുറന്നിട്ടാണ്, ഒടുക്കത്തെ കൊതുകാണ് ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് പുറത്താണല്ലോ, അതിനും കാട്ടി കൊതുകാണ്. ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ ടെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്കൂട്ടി ഇവരുടെ വണ്ടികളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം വലിയ പെട്രോൾ പമ്പാണ്. നമ്മൾ HP പെട്രോൾ പമ്പിലാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് നല്ലൊരു പെട്രോൾ പമ്പിന് സ്റ്റേ അടിക്കാൻ പറ്റി. പിന്നെ വരുന്ന നല്ല കൊതുക് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ കാണാം. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.